കോൺഗ്രസ് പ്രതിനിധി വസന്ത് സിറിയക്കിലേക്കാണ്. വസന്ത്, ഇവിടെ ഡോക്ടർ മോഹൻ വർഗീസ് ചൂണ്ടിക്കാട്ടിയതുപോലെ ഇന്ത്യയുടെ വിദേശ നയം എന്നുള്ളത് വിദേശ താല്പര്യം, നമ്മുടെ താല്പര്യങ്ങൾ എന്ന് പറയുന്നത്, രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഒരുപോലെയാണ്. അതിലൊരു വ്യത്യസ്ത നിലപാട് ഇതുവരെ നമ്മൾ കൈക്കൊണ്ടിട്ടില്ല. പക്ഷേ ഇക്കാര്യത്തിൽ അങ്ങനെയല്ല ഇപ്പോഴുള്ള പ്രതിപക്ഷം പ്രവർത്തിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നോക്കൂ, ഈ ധാക്കയിലൊക്കെ ഈ വിദ്യാർത്ഥികളുടെ ഒരു സംഘർഷത്തെ തുടർന്നാണ് അവിടെ വലിയ കലാപത്തിലേക്ക് നീങ്ങുന്നൊരു സാഹചര്യമുണ്ടായത്. ഇപ്പോൾ ഇന്ത്യക്കെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിക്കുന്ന ഒരു അവസ്ഥ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. കാരണം ധാക്ക സർവകലാശാലയിലും കോളേജുകളിലുമൊക്കെ ഇന്ത്യൻ പതാക വിരിച്ചിട്ട് ആ ഇന്ത്യൻ പതാകയുടെ പുറത്തുകൂടി ചവിട്ടി വേണം കലാലയങ്ങളിലേക്ക്, കോളേജുകളിലേക്ക് വിദ്യാർത്ഥികൾ കയറാൻ എന്നുള്ള ഒരു നിലപാട് അവിടുത്തെ ചില വിദ്യാർത്ഥി സംഘടനകൾ എടുക്കുകയാണ്. അവിടുത്തെ ന്യൂനപക്ഷം അടക്കമുള്ള വിദ്യാർത്ഥികൾക്ക് അതനുസരിക്കാതെ നിവൃത്തിയില്ലാത്തൊരു സാഹചര്യം, ഭാരതം അപമാനിക്കപ്പെടുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അവിടെ വളരെ കൃത്യമായി ഭരണപക്ഷത്തിനൊപ്പം പ്രതിപക്ഷവും നിലകൊള്ളേണ്ട ഒരു സാഹചര്യമില്ലേ? വളരെ ചുരുക്കി ഞങ്ങൾ പറഞ്ഞല്ലോ, രാഹുൽ ഗാന്ധി അടക്കം പറഞ്ഞല്ലോ, ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിക്കേണ്ടത് ഇവിടുത്തെ ഗവൺമെന്റ് ആണ്. ആ ഗവൺമെന്റ് BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും ആരാണെങ്കിലും ഇന്ത്യയുടെ ഗവൺമെന്റ്, ഭാരതത്തിന്റെ ഗവൺമെന്റ്, ആ ഗവൺമെന്റ് ആണ് ഈ വിഷയത്തിൽ വളരെ കൃത്യമായ നിലപാട് കേന്ദ്ര സർക്കാർ എടുത്തല്ലോ. ഇത്രയും കലാപകലുഷിതമായ ഒരു രാജ്യത്തേക്ക് വിദേശ സെക്രട്ടറി അടക്കം അവിടെ കൊണ്ടുവന്ന് അവിടെ ചർച്ച നടത്തുന്നു. അത് ഇന്ത്യയുടെ താല്പര്യമില്ലായ്മയാണോ അതിലൂടെ കാണേണ്ടത്? തങ്ങൾ അത് പോരാ. കാര്യം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ ഡോക്ടർ ഹുസൈൻ പറഞ്ഞ കാര്യത്തിൽ ഞാൻ യോജിക്കുകയാണ്. ഇതിനെ നമ്മൾ കേവലം ഒരു ഹിന്ദു അറ്റാക്ക്, ഹിന്ദു എന്താ പറയുന്നതിൽ മോബ് ലിഞ്ചിങ് മാത്രമായിട്ട് അവതരിപ്പിച്ചാൽ അതിന് യാതൊരുവിധ പ്രയോജനവും അവിടെയുള്ള ജനതയ്ക്ക് പോലും ഉണ്ടാവില്ല. ഇതിനെ നമ്മൾ മനുഷ്യാവകാശ ലംഘനമായി കാണണം. അത് കണ്ടുകൊണ്ട് അന്താരാഷ്ട്ര കോടതിയിലേക്കും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഈ മനുഷ്യാവകാശ പ്രവർത്തകർ എവിടെയെന്നാണ് ഞാൻ ചോദിച്ചത്. ഇതിനു വേണ്ടി ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി, വോട്ട് ബാങ്കിന് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പല കോണുകളിൽ നിന്നും കോൺഗ്രസിനെതിരെ അത്തരത്തിലൊരു വിമർശനം ഉയരുന്നുണ്ട്. ഇന്ത്യ സഖ്യ കക്ഷികൾക്കെതിരെ അത്തരത്തിലൊരു വിമർശനം ഉയരുന്നുണ്ട്. മുസ്ലിം വോട്ടിന് വേണ്ടിയാണ്, മുസ്ലിം പ്രീണനത്തിന് വേണ്ടിയാണ് അവിടുത്തെ ഹൈന്ദവ കൂട്ടക്കൊലയെ നിങ്ങൾ നിരാകരിക്കുന്നത്, കണ്ടില്ലെന്ന് നടിക്കുന്നത്. ഇപ്പോഴും വസന്ത് അക്കാര്യം പറയുന്നില്ല. അത് ന്യൂനപക്ഷം എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഇല്ല, ഒരിക്കലുമില്ല. കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഈ രാജ്യത്ത് ആദ്യമായി ആ വിഷയത്തിൽ പ്രതികരിച്ച പാർട്ടിയുടെ പേര് കോൺഗ്രസ് എന്നാണ്. ജനം കാണാത്തത് എന്റെ പ്രശ്നമല്ല, നീലിമയുടെ പ്രശ്നമല്ല. അത് ജനത്തിന്റെ എഡിറ്റോറിയൽ ബോർഡ് അവിടെ കട്ട് ചെയ്യും. കുഴപ്പമില്ല. അത് നിങ്ങളുടെ അതിൽ എത്ര കണ്ട ആത്മാർത്ഥതയുണ്ട് വസന്ത്. ഗാസയ്ക്ക് വേണ്ടി മെഴുകുതിരി പ്രകടനം നടത്തിയവർ, വലിയ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്തവർ കോഴിക്കോടൊക്കെ നമ്മൾ കണ്ടതല്ലേ. മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ, കോൺഗ്രസിന്റെ നേതൃത്വത്തിലൊക്കെ വൻ ജനസഞ്ചയത്തെ വിളിച്ചുകൂട്ടി അത്തരത്തിൽ വലിയ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചതൊക്കെ നമ്മൾ കണ്ടതല്ലേ. എത്ര മനുഷ്യാവകാശ പ്രവർത്തകരാണ് നിങ്ങൾക്ക് ചുറ്റും അണിനിരുന്നത്. ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു പ്രസ്താവനയുണ്ടെങ്കിൽ പ്രസ്താവന എന്ന് മാത്രം പറഞ്ഞ് കൈയൊഴിയാൻ ശ്രമിക്കുന്നത്? ഞങ്ങൾക്കുള്ള ആത്മാർത്ഥത പോലും ഇന്ത്യൻ ഗവൺമെന്റിന് ഇല്ല എന്ന് വേണം കാണാൻ. കാര്യം അന്താരാഷ്ട്ര കോടതിയിൽ, അന്താരാഷ്ട്ര വേദികളിൽ ഈ വിഷയം ഉയർത്തിക്കൊണ്ട് വരാൻ ഇതുവരെ നിങ്ങളുടെ ഗവൺമെന്റിന് സാധിച്ചിട്ടില്ല. കൃത്യമായി അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യ ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു കൂട്ടക്കൊലയിൽ, വംശഹത്യയിൽ വളരെ കൃത്യമായ കൺസേൺ ഇന്ത്യ രേഖപ്പെടുത്തിയിട്ടുണ്ട്. താങ്കൾ അത് കാണാതെ പോകുന്നത് ഞങ്ങളുടെ പ്രശ്നമല്ല. എവിടെ രേഖപ്പെടുത്തിയെന്നാണ് പറയുന്നത്? UN-ൽ. ഇടപെടൽ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി വസന്ത്. അല്ല, എനിക്ക് കുഴപ്പമില്ലെന്നേ. കാര്യം നിങ്ങൾ രാഹുൽ ഗാന്ധി, ശരി, താങ്കൾ ഇപ്പോഴും പറഞ്ഞു വെക്കുന്നത് ഇന്ത്യ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഒരു നിലപാടും എടുക്കുന്നില്ല എന്ന്. ഡോക്ടർ മോഹൻ വർഗീസ്, ഒരു രാഷ്ട്രീയ സ്ഥിതിഗതികളെ വിലയിരുത്തുന്ന ഒരാളെന്ന നിലയിൽ ഭാരതം ഇക്കാര്യത്തിൽ ഒരു ഇഞ്ച് മുന്നോട്ട് പോയിട്ടില്ല എന്ന് പറയാൻ കഴിയുമോ? ഭാരതം വളരെ കെയർഫുള്ളായിട്ട് തന്നെയാണ് അതിൻ്റെ നയതന്ത്ര നീക്കങ്ങൾ നടത്തുന്നത്. ഈ വിഷയം യഥാർത്ഥത്തിൽ കൈവിട്ട് പോകാതിരിക്കേണ്ടത് ബംഗ്ലാദേശിൻ്റെ മാത്രമല്ല ഭാരതത്തിൻ്റെയും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് സ്ട്രിക്റ്റായ നയതന്ത്ര നീക്കങ്ങളാണ് നമ്മൾ നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വിക്രം മിസ്ത്രിയെ അങ്ങോട്ട് വിട്ടത് വ്യക്തമായ ഒരു ബ്ലൂ പ്രിൻറ്റുമായിട്ടാണ്. അത് പുറമേ ചർച്ച ചെയ്യാനാവാത്തൊരു നിലയിലാണിപ്പോൾ. കാരണം അതൊരു നയതന്ത്ര തലത്തിൽ വന്ന രഹസ്യമായി നടക്കുന്ന നീക്കങ്ങളാണ്. പക്ഷേ ഇവിടെ ആകെ ഉണ്ടായ ഒരു പോരായ്മയായി ഞാൻ കാണുന്നത് ഇപ്പോഴത്തെ നയതന്ത്രത്തിൻ്റെ വീഴ്ചയല്ല, മറിച്ച്
കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി, അത് ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കാൻ തുടങ്ങിയ മോദി കാലഘട്ടത്തിന് മുൻപ് തന്നെ, അത് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടം മുതൽ തന്നെ ഉണ്ടായ ഒരു വീഴ്ചയാണ്. ആ വീഴ്ച എന്ന് പറയുന്നത്, ബംഗ്ലാദേശിൽ 2 കക്ഷികളുണ്ട്. ഒന്ന് ബീഗം ഖാലിദ സിയ, അതായത് സിയാഉർ റഹ്മാന്റെ ഭാര്യ. മോഹൻ വർഗീസ്, നമുക്ക് സമയം അതിക്രമിക്കുകയാണ്, വളരെ ചുരുക്കി ഒന്ന് കൺക്ലൂഡ് ഈ 2 പക്ഷികളെയും ഒരേപോലെ കാണാൻ കഴിഞ്ഞില്ല. ഒരു കക്ഷിയെ നമ്മൾ, ബീഗം ഖാലിദ സിയയുടെ കക്ഷിയെ എപ്പോഴും മറുപക്ഷത്ത് നിർത്തിക്കൊണ്ട് ഷെയ്ഖ് ഹസീന കക്ഷിയുമായി മാത്രം നമ്മൾ ഇടപെട്ടു. ഇവിടെ മാറി മാറി വരുന്ന ഭരണത്തിൽ ഒരു പിടി ഉണ്ടാകേണ്ടതാണ് ഇന്ത്യക്ക്. അത് നടന്നില്ല എന്നത് മാത്രമാണ് പരിഭവം. അല്ലാതെ അന്താരാഷ്ട്ര വേദികൾ ഉന്നയിച്ച് ഇത് ഇന്ത്യക്ക് കൈകാര്യം ചെയ്യാവുന്ന ഒരു ലെവലാണ് എന്ന് ഇന്ത്യ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഒരു വെയിറ്റിംഗ് ഗെയിമിൻ്റെ പ്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് കൈവിട്ടു പോകാതെ ഹാർഷായ ഒരു നിലപാടെടുത്താൽ യഥാർത്ഥത്തിൽ ഹൈന്ദവ ന്യൂനപക്ഷങ്ങൾ ബംഗ്ലാദേശിൽ വല്ലാതെ പീഡിപ്പിക്കപ്പെടും. അത് ഭാരതം ആഗ്രഹിക്കുന്നില്ല. അതിർത്തി കടന്ന് 4000 കിലോമീറ്ററുള്ള അതിർത്തി കടന്ന് ജനവിഭാഗങ്ങൾ ഭാരതത്തിൻ്റെ വെസ്റ്റ് ബംഗാളിലേക്കും ത്രിപുരയിലേക്കും ആസാമിലേക്കും പ്രവഹിക്കുന്ന ഒരു അന്തരീക്ഷം ഭാരതം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ, അതാണ് ഇന്ത്യയുടെ പൊസിഷൻ. വളരെ ശ്രദ്ധിച്ച് കൃത്യമായി അത്തരത്തിലൊരു നിലപാടെടുക്കുന്നത്. ഡോക്ടർ ആരിഫ് ഹുസൈൻ, അവസാനമായി അങ്ങേക്ക് കൺക്ലൂഡ് ചെയ്യാം. ഒരു ജനാധിപത്യ രാഷ്ട്രം എന്നതിൽ നിന്ന് മാറി ഒരു ഭീകര രാഷ്ട്രത്തിൻ്റെ പദവിയിലേക്ക് ബംഗ്ലാദേശ് എടുത്തെറിയപ്പെടുകയാണ്. 178 ഭീകരരെയാണ് കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് മോചിപ്പിച്ചത്. നമ്മൾ ആശങ്കപ്പെടേണ്ടതല്ലേ? വളരെ ചുരുക്കി. തീർച്ചയായിട്ടും ആശങ്കപ്പെടണം. എനിക്ക് അവസാനമായിട്ട് ഇതിനകത്ത് പറയാൻ ഒറ്റ കാര്യമുള്ളൂ. ന്യൂനപക്ഷ വിക്ടിം കാർഡ് കളി, അത് കളിക്കുന്നവരും കളിപ്പിക്കുന്നവരും ആ ട്രാപ്പിൽ പെടുന്ന പോലെ ഒരു ഭൂരിപക്ഷ ആ ഒരു വിക്ടിം കാർഡ് കളിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ട് ആ ട്രാപ്പ് ഒരുക്കുന്നതിലേക്കും ആ സംഗതി വെച്ചുകൊണ്ടുള്ള ഭൂരിപക്ഷ തലത്തിലുള്ള റാഡിക്കലൈസേഷൻ വഴിവെക്കുന്നതിലേക്ക് നമ്മൾ പെട്ടുപോകാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് ഇതിനകത്ത് പ്രധാനമായിട്ട് പറയുന്നത്. പകരം ഇതിനകത്ത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട അടിസ്ഥാനപരമായ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ്, ഇൻക്ലൂഡിങ് ഈ ഹിന്ദു റൈറ്റ്സ്, അവർക്ക് നേരെ നടക്കുന്ന അട്രോസിറ്റീസ് കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യപ്പെടണം. അത് റേസ് ചെയ്യുന്നതിൽ ഇന്ത്യക്ക് വലിയ പങ്കുണ്ട് എന്ന് മാത്രം അവസാനമായിട്ട് ഞാനൊന്ന് പറഞ്ഞു വെക്കാം. ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷങ്ങളുടെ മനുഷ്യാവകാശം ഉറപ്പുവരുത്താൻ എല്ലാ തരത്തിലുള്ള ഇടപെടലുകളും അനിവാര്യമായ ഒരു ഘട്ടത്തിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്.